സ്ഥലത്തെ ഒരു വലിയ മോളിനുള്ളിലാണ് ഒരു കൊച്ചു പെൺകുട്ടി ആർത്തലച്ച് തറയിൽ കിടന്നുരുളുകയാണ്. അവൾക്കിഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം മുതിർന്നവർ വാങ്ങിക്കൊടുക്കാത്തതാണ് കാരണം. അവളുടെ അമ്മയും അച്ഛനും കൂടെയുണ്ട്. അവർ നിശബ്ദരായി അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന മട്ടിൽ അവിടെയും ഇവിടെയും നോക്കി അവൾക്കിരുവശവും നിൽപ്പുണ്ട്. അതുവഴി പോകുന്നവരെല്ലാം അവരെ നോക്കുന്നുണ്ട്. ചിലരെങ്കിലും ആ മാതാപിതാക്കളുടെ പെരുമാറ്റത്തെ വിമർശിക്കുന്നുമുണ്ട്. പതിയെ പെൺകുട്ടിയുടെ കരച്ചിലിന്റെ ശക്തി കുറഞ്ഞു വന്നു. അവസാനം അവൾ അമ്മയെ നോക്കി ഒന്ന് വിതുമ്പി. പിന്നെ ഒന്നും പറയാതെ എണീറ്റ് അവരുടെ കയ്യിൽ പിടിച്ച് മെല്ലെ നടന്നുപോയി. അച്ഛനോ അമ്മയോ കുട്ടിയെ വഴക്കു പറയുകയോ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്തില്ല. താൻ വിചാരിച്ചത് നടക്കാത്തതിലുള്ള അവളുടെ വികാര പ്രകടനങ്ങളെ അടിച്ചമർത്താനും ശ്രമിച്ചില്ല. പകരം നീ ആഗ്രഹിക്കുന്നത് നിലവിൽ നടപ്പില്ല എന്ന സന്ദേശം ഏറ്റവും നിശബ്ദരായി അവർ അവളെ അറിയിച്ചു. നോക്കൂ, ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ കൂടി നമ്മളിൽ ചിലരെങ്കിലും കടന്നുപോയിട്ടുണ്ടാകും. ഒന്നോർക്കുക, എല്ലാം തികഞ്ഞ മാതാപിതാക്കളാകാൻ ആർക്കും സാധിക്കുകയില്ല. അസുഖകരമായ സാഹചര്യങ്ങളെ സുഖകരമാക്കാൻ നാം ശ്രദ്ധിച്ചാൽ കുട്ടികളുടെ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. ചുറ്റുമുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനോ അമ്മയോ ആകുന്നതിന് പകരം മക്കൾക്ക് മാർഗദർശിയാകുന്ന ഒരാളാകുന്നതല്ലേ ഉചിതം? കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ, അവരുടെ വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കട്ടെ. ക്ഷമയോടും ശാന്തതയോടും അവരോട് പെരുമാറാൻ നമുക്ക് ശ്രമിക്കാം. സമൂഹത്തിൽ എപ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് ക്ഷമയോടെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ മാത്രം മതി. അവരാഗ്രഹിക്കുന്നതെന്തും കുഞ്ഞല്ലേ എന്ന ടാഗിൽ ഉടനടി വാങ്ങി കൊടുക്കുന്നതിന് പകരം അതിലവർക്ക് ആവശ്യമുള്ളത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എത്തിച്ചു കൊടുക്കുന്നതിലാവണം നമ്മുടെ ശ്രദ്ധ. അവർ കുട്ടികളല്ലേ, അവരാഗ്രഹിക്കുന്നതെന്തും വാങ്ങി നൽകുമ്പോൾ നമ്മൾ അടിക്കടി പറയുന്ന വാക്കുകളല്ലേ ഇത്? അതെ, അവർ കുട്ടികളാണ്, നമ്മൾ മുതിർന്നവരും. സ്നേഹത്തിൻ്റെ മാത്രം ഭാഷയിൽ വിലക്കേണ്ടത് വിലക്കിയും നൽകേണ്ടത് നൽകിയും അവരെ ശരിയായ ദിശയിൽ നമുക്ക് നയിക്കാം. എന്തുതന്നെ സംഭവിച്ചാലും കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകാം. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ചതിക്കുഴികളിൽ വീഴാതെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ആദ്യം ഓടിയെത്താൻ നമ്മളുണ്ടെന്ന ധൈര്യത്തിൽ അവർ വളരട്ടെ. കുട്ടികൾ കുട്ടികളായി തന്നെ ഇരിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ലേ അവർക്കതാകാൻ പറ്റൂ.